ഇതാണ് മോട്ടറോള എന്ന ബ്രാൻഡിന്റെ ചുമന്ന കളറിൽ കത്തി നിൽക്കുന്ന മോട്ടോ G84. ഇത് ആക്ച്വലി ചുമപ്പല്ല, വീവ മെജന്റ എന്നാണ് ഈ ഒരു കളർ ഓപ്ഷന്റെ പേര്. എനിക്ക് ആക്ച്വലി ഈ ഒരു കളർ ഓപ്ഷൻ ഇഷ്ടപ്പെട്ടു. ഓക്കെ, നല്ല ബോൾഡ് കളർ ഓപ്ഷൻ ആണ്. പിന്നെ ഇപ്പം ട്രെൻഡിംഗ് ആയി മാറിയിരിക്കുന്ന ആ ഒരു വീഗൻ ലെതർ ഫിനിഷ് ഉണ്ടല്ലോ, ആ ഫിനിഷ് ആണ് ഈ ഫോണിലും കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു ഫോൺ ഫസ്റ്റ് ടൈം ബോക്സ് ചെയ്ത് അൺബോക്സ് ചെയ്ത് പുറത്തെടുക്കുമ്പോൾ നോട്ടീസ് ചെയ്യാൻ പോകുന്ന സംഭവം എന്താണെന്ന് അറിയാം? ഫസ്റ്റ് എന്തായാലും ഈ ഒരു റെഡ് കളർ ആയിരിക്കും. സെക്കൻഡ് ആണ് നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ഏകദേശം 168 ഗ്രാം ആണ് വെയിറ്റ്, 7.6 mm ആണ് തിക്നെസ്. സോ നല്ല സ്ലിം ആൻഡ് ലൈറ്റ് വെയിറ്റ് ഫോൺ ആണ്. കയ്യിൽ ഹോൾഡ് ചെയ്യാൻ കംഫർട്ടബിൾ ആണ്. ബോക്സി ഡിസൈനിലാണ് വരുന്നത്, എന്ന് വെച്ചാൽ ഫ്ലാറ്റ് ഫ്രെയിം ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ലെതർ ബാക്ക് ഇഷ്ടമല്ല എങ്കിൽ മറ്റൊരു കളർ ഓപ്ഷൻ ഉണ്ട്, ഡാർക്ക് ബ്ലൂ. അതിൽ പ്ലാസ്റ്റിക്കിന്റെ ബാക്ക് ആണ് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ലെതർ ബാക്ക് തന്നെ വേണം, എന്നാൽ ഈ ഒരു കത്തി നിൽക്കുന്ന ചുമപ്പ് കളർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാർഷ് മെല്ലോ ബ്ലൂ എന്നൊരു കളർ ഓപ്ഷൻ ഉണ്ട്, അതും വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ആക്ച്വലി ഇതേ സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും ഉള്ള മറ്റൊരു ഫോൺ മോട്ടറോള ഇതിന് മുൻപ് ഇറക്കിയിട്ടുണ്ട്. അത് ഏത് ഫോണാണ് താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാം, ലെറ്റ്സ് റോ. ഇതാണ് മോട്ടറോളയുടെ പ്ലാസ്റ്റിക് ഫ്രീ പാക്കേജിംഗ്. ബോക്സിൽ ഓബ്വിയസ്ലി ഫോൺ വരുന്നുണ്ട്, TPU കേസ്, ഡോക്യുമെന്റ്സ്, 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ആൻഡ് ടൈപ്പ് സി ചാർജിംഗ് കേബിൾ. ഒരു കാര്യം എന്തായാലും സമ്മതിച്ചു കൊടുക്കണം, അതായത് ഈ ഫോണിനെ ഇത്രയും ലൈറ്റ് വെയിറ്റും സ്ലിം ആക്കിയിട്ടും മോട്ടറോള ഈ ഫോണിന്റെ ബാറ്ററി സൈസ് കുറച്ചിട്ടില്ല. 5000 mAh ബാറ്ററി കിട്ടുന്നുണ്ട്. നോർമലി സ്ലിം ലൈറ്റ് വെയിറ്റ് ഫോൺസിന്റെ ബാറ്ററി സൈസ് 4500 4600 mAh ആയിരിക്കും. എന്റെ ഇനീഷ്യൽ യൂസിൽ ബാറ്ററി ബാക്കപ്പ് നല്ലതായിരുന്നു. 1 day ബാറ്ററി ബാക്കപ്പ് ഒക്കെ കിട്ടുന്നുണ്ട്. മോട്ടറോള ഫോൺസിൽ പൊതുവെ വരാറുള്ള OLED ഡിസ്പ്ലേ ഉണ്ടല്ലോ, ആ സെയിം OLED ഡിസ്പ്ലേ ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. 6.55 ഇഞ്ച് സൈസ് ഉള്ള 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന 10-bit OLED പാനൽ ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ്. കളേഴ്സ് ഒക്കെ നല്ലോണം കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വ്യൂയിങ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. എന്നാൽ ഈ ഫോണിൽ കൊടുത്തിരിക്കുന്ന Qualcomm Snapdragon 695 ചിപ്സെറ്റ് മൂലം ഈ ഫോണിൽ നിങ്ങൾക്ക് 4K കോണ്ടന്റ് പ്ലേ ചെയ്യാൻ പറ്റൂല. 4K HDR രണ്ടും സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നാൽ ഈ ഒരു ഫോൺ വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഈസിലി ഏത് OTT പ്ലാറ്റ്ഫോം ആണെങ്കിലും 1080p വീഡിയോസ് പ്ലേ ചെയ്യാൻ പറ്റും. 120 Hz റിഫ്രഷ് റേറ്റിന്റെ ഓപ്റ്റിമൈസേഷൻ നല്ലോണം ചെയ്തിട്ടുണ്ട്. യൂട്യൂബ്, ആമസോൺ, ഫ്ലിപ്കാർട്ട്, ട്വിറ്റർ, ഏത് ആപ്ലിക്കേഷൻ എടുത്താലും അതിൽ 120 Hz സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഓവറോൾ നല്ല ഡിസ്പ്ലേ ആണ്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് TV സീരീസ്, മൂവീസും യൂട്യൂബ് വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. അതിന്റെ മറ്റൊരു കാരണം കൂടിയുണ്ട്, അതാണ് ഇതിൽ ഹെഡ്ഫോൺ ജാക്ക് കൊടുത്തിട്ടുണ്ട്. സോ ഹെഡ്ഫോൺ ജാക്ക് മോട്ടറോള എടുത്ത് മാറ്റിയിട്ടില്ല. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറിന്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രോപ്പർ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് പ്രതീക്ഷിക്കേണ്ട. ഓക്കെ, അതായത് ഹാപ്റ്റിക്സ് ഒക്കെ ഉണ്ട്, എന്ന് വെച്ചാൽ നമ്മൾ റീസെന്റ് ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ അവിടെ ഹാപ്റ്റിക്സ് വരുന്നുണ്ട്. ക്യാമറ UIയിലും ഉണ്ട്. ടൈപ്പ് ചെയ്യുമ്പോഴൊക്കെ ഹാപ്റ്റിക്സ് ഉണ്ട്. പക്ഷേ ജിങ് ജിങ് ജിങ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ജിങ് ജിങ്, ആ ഒരു ഹാപ്റ്റിക്സ് ആണ് വരുന്നത്. Qualcomm Snapdragon 695 5G ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ഈ ചിപ്സെറ്റ് ഒക്കെ ഒഴിവാക്കാനുള്ള സമയം കഴിഞ്ഞു. പിന്നെ മറ്റു ഫീച്ചേഴ്സ് നല്ലതായതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും കംപ്ലൈന്റ് ചെയ്യുന്നില്ല. പക്ഷേ ഈ 695 ചിപ്സെറ്റ് ഒക്കെ നിർത്താനുള്ള സമയമായി. വളരെ മോശം ചിപ്സെറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, നോർമൽ പെർഫോമൻസിന് വേണ്ടി പക്കയാണ്. കാരണം എൻ്റെ യൂസിൽ ഇതുവരെ അങ്ങനെ കാര്യമായ ബഗ്സും ഗ്ലിച്ചും ഒന്നും ഞാൻ ഇതുവരെ നോട്ടീസ് ചെയ്തില്ല. ഓക്കെ, അതൊക്കെ നൈസായിട്ട് പോകുന്നുണ്ട്. ഈവൻ BGMA ആണെങ്കിലും 40 FPS കളിക്കാൻ പറ്റുന്നുണ്ട്. ഈവൻ ജൈറോസ്കോപ്പിന്റെ ഒരു ഓപ്റ്റിമൈസേഷനും മോട്ടറോള നല്ലോണം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് ഒരു ഗെയിമിംഗ് ഫോൺ അല്ല. സോ 20,000 താഴെ നിങ്ങൾ ഗെയിമിങ്ങിന് വേണ്ടി ഭയങ്കര പെർഫോമൻസ്, ഗെയിമിംഗ്, വീഡിയോ എഡിറ്റിംഗ്, അതിന് വേണ്ടി ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഇത് ആ ഒരു ഫോൺ അല്ല. പക്ഷേ നിങ്ങൾക്ക് നോർമൽ പെർഫോമൻസ് മതിയെങ്കിൽ ഇതിലത് കിട്ടുന്നുണ്ട്. ഒരു വലിയ പോസിറ്റീവ് പോയിന്റ് ആണ്, ഈ ഫോൺ സിംഗിൾ റാം സ്റ്റോറേജ് വേരിയന്റിലാണ് വരുന്നത്. 12GB ആൻഡ് 256GB. സോ ഇഷ്ടം പോലെ റാമും ഇഷ്ടം പോലെ സ്റ്റോറേജ് മോട്ടറോള ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 13 ആണ് വരുന്നത് വിത്ത് മോട്ടറോളയുടെ MyUX UI. ഒരു വർഷത്തെ OS അപ്ഡേറ്റ് മാത്രമേ മോട്ടറോള പ്രോമിസ് ചെയ്തിട്ടുള്ളൂ. ആക്ച്വലി ചില ഫോൺസിലൊക്കെ ഇപ്പം Android 14 ബീറ്റ ഒക്കെ വന്നു കഴിഞ്ഞു. മോട്ടറോള അവരുടെ ഈ അപ്ഡേറ്റിന്റെ സിറ്റുവേഷൻ കുറച്ചും കൂടി ബെറ്റർ ആക്കണം. മിനിമം 2 years കൊടുക്കേണ്ടതായിരുന്നു. മറ്റ് കമ്പനികളെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ മോട്ടറോള ഫോൺസിന്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആണ്, ഓബ്വിയസ്ലി നിങ്ങൾക്കറിയാം, അതാണ് ക്ലീൻ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. യാതൊരു ആഡ്സും ബ്ലോട്ട്വെയർസും പരസ്യങ്ങളും അനാവശ്യമായ നോട്ടിഫിക്കേഷൻസ് ഒന്നും നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരില്ല. അത് വലിയൊരു പോസിറ്റീവ് ആണ് തീർച്ചയായിട്ടും. പിന്നെ ഇപ്പോൾ മോട്ടറോള ഫോൺസിൽ മോട്ടോ സെക്യൂർ എന്നൊരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ സെക്യൂർ ഫോൾഡറിന് വേണ്ടിയുള്ള ഫീച്ചർ, ഫിഷിംഗ് ഡിറ്റക്ഷൻ, ഓട്ടോ ലോക്ക്, നെറ്റ്വർക്ക് പ്രൊട്ടക്ഷൻ, ലോക്ക് സ്ക്രീൻ സെക്യൂരിറ്റി, പിൻ സ്ക്രാമ്പിൾ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ മോട്ടറോള തന്നിട്ടുണ്ട്. പിന്നെ മോട്ടറോളയുടെ റെഡി ഫോർ എന്ന ഒരു ഫീച്ചറും വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു ഫോൺ PC-യുമായിട്ട് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ഫോണിന്റെ UI ഉണ്ടല്ലോ, അത് നമുക്ക് ഡെസ്ക്ടോപ്പ് മോഡൽ യൂസ് ചെയ്യാൻ പറ്റും. ഈ പ്രൈസ് റേഞ്ചിൽ മോട്ടറോള ഒരു ഫീച്ചർ തരുന്നുണ്ട്. ദാറ്റ് ഈസ് വെരി നൈസ്. ഓക്കെ, പിന്നെ നമുക്കറിയാവുന്ന ഫീച്ചർ, അതായത്
ജെസ്റ്റേഴ്സ്, പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതാ നമ്മുടെ ക്യാമറയൊക്കെ തുറന്നു വരുന്നുണ്ട്. സോ അതൊക്കെ ഇവിടെയും വരുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത്. നല്ലോണം വർക്ക് ആവുന്നുണ്ട്, നോ ഇഷ്യൂസ്. NFC ഫീച്ചർ കൊടുത്തിട്ടുണ്ട്, ദാറ്റ് ഈസ് ഓൾസോ വെരി നൈസ്. സോ നിങ്ങൾക്ക് ഈസിലി കോൺടാക്ട്ലെസ് പേയ്മെന്റ്സ് ഒക്കെ ചെയ്യാൻ പറ്റും. FM റേഡിയോയുടെ ഫീച്ചർ ഉണ്ട്. ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ 2 സിം അല്ലെങ്കിൽ ഒരു സിം, ഒരു മൈക്രോ SD കാർഡ് ഉപയോഗിക്കാൻ പറ്റും. ഈ ഫോണിൽ കൊടുത്തിരിക്കുന്ന 50 മെഗാ പിക്സലിന്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പിലുള്ള 50 മെഗാ പിക്സൽ ക്യാമറ വെച്ച് നമുക്ക് ഇത്തരത്തിലുള്ള ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും. അതായത് നല്ല ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ, നല്ല സോഫ്റ്റ് ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഓക്കെ, നല്ല കളർഫുൾ പഞ്ചി കളേഴ്സ് ഉള്ള ഫോട്ടോസ് ആണ് കിട്ടുന്നത്. പോർട്രേറ്റ് മോഡിൽ വരുന്ന ആ ഒരു കട്ടൗട്ടും ബാക്ക്ഗ്രൗണ്ട് ബ്ലറൊക്കെ അതും നല്ലോണം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ സെൽഫി ക്യാമറ ആൻഡ് റിയർ ക്യാമറ സാമ്പിൾസ് ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. പിന്നെ 20,000 രൂപീസിന്റെ താഴെ ഇപ്പം ഇത്തരത്തിലുള്ള ഒരു ക്യാമറ പെർഫോമൻസ് ആണ് ഇപ്പൊ കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ക്രിട്ടിസൈസ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, അൾട്രാവൈഡ് ക്യാമറ ആവറേജ് ആണ്, അതായത് ഡീറ്റെയിൽസ് ഒക്കെ നല്ലോണം കുറയുന്നുണ്ട്. പിന്നെ സൈഡിൽ ആ ഒരു സോഫ്റ്റ്നെസ് കയറി വരുന്നുണ്ട്. മെയിൻ ക്യാമറ ആണെങ്കിലും സെൽഫി ക്യാമറ ആണെങ്കിലും ഈ രണ്ടും വെച്ച് നമുക്ക് മാക്സിമം 1080p അതായത് ഫുൾ HD വീഡിയോസ് എടുക്കാൻ പറ്റും. വീഡിയോ ക്വാളിറ്റി ഒക്കെ ജസ്റ്റ് ഓക്കെ ആണ്. എന്നാൽ സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടുണ്ട്, അതായത് സോഫ്റ്റ്വെയർ ബേസ്ഡ് സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്. ഇവിടെ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. സെൽഫി ക്യാമറ ആണെങ്കിലും റിയർ ക്യാമറ ആണെങ്കിലും അത്യാവശ്യം കുലുക്കമില്ലാത്ത വീഡിയോസ് എടുക്കാൻ പറ്റും. ഈ ഫോണിന്റെ 12GB 256GB പ്രൈസ് ആണ് 19,999 രൂപ. 1000 രൂപയുടെ ഓഫർ വരുന്നുണ്ട്. ഈ പ്രൈസിൽ തീർച്ചയായിട്ടും നല്ലൊരു ഓൾറൗണ്ട് പാക്കേജ് ആണ്. ആ ചിപ്സെറ്റ് മാത്രം അങ്ങനെ ഭയങ്കരമായ പവർഫുൾ ചിപ്സെറ്റ് അല്ല, പക്ഷെ നോർമൽ യൂസിന് വേണ്ടിയൊക്കെ ഓക്കെ ആണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മുതിർന്നവർക്ക് വേണ്ടി ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഫോൺ ആയിരിക്കും. കാരണം ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്, 256GB ഓപ്ഷൻ ഉണ്ട്. സോ ഇഷ്ടം പോലെ സ്റ്റോറേജ് ഉണ്ട്, ആഡ്സ് ഇല്ല, ബ്ലോട്ട്വെയർസ് ഇല്ല, അനാവശ്യമായ പരസ്യങ്ങളൊന്നും വരില്ല, നോട്ടിഫിക്കേഷൻസ് ഒന്നും വരില്ല. സോ സ്വസ്ഥമായിട്ട് ഉപയോഗിക്കാം. സോ ഈ ഒരു ഫോൺ വരുന്ന ഒരു പ്രൈസ് ഉണ്ടല്ലോ, ആ പ്രൈസിൽ തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷനാണ് മോട്ടോ G84. ബാക്കി ഈ ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.